കുറച്ചുപേരെ ഒരു വീട്ടിനുള്ളിൽ അടച്ചിടുന്നു. പുറത്തുള്ള ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ക്യാമറ 24 മണിക്കൂറും അവരെ പിന്തുടരുന്നു. അവിടെ സൗഹൃദമുണ്ടാകാം, പ്രണയമുണ്ടാകാം, വഴക്കുകളുണ്ടാകാം, കരച്ചിലുണ്ടാകാം. ഒടുവിൽ ഒരാൾ മാത്രം വിജയിയാകും. ഇതാണ് ബിഗ് ബോസ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബിഗ് ബോസ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? ഇന്ത്യയിൽ ഇത് ആദ്യം ഏത് ഭാഷയിലാണ് വന്നതെന്ന്? ആദ്യത്തെ ഹോസ്റ്റ് ആരായിരുന്നുവെന്നും ആദ്യത്തെ വിന്നർ ആരായിരുന്നുവെന്നും ഏറ്റവും പ്രധാനമായും ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ നിന്ന് ചാനലിനും പ്രൊഡ്യൂസേഴ്സിനും എങ്ങനെയാണ് പണം കിട്ടുന്നതെന്നും ഇതെല്ലാം നമുക്ക് പരിശോധിക്കാം. ബിഗ് ബോസ് എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇന്ത്യയാണ്. പക്ഷേ ബിഗ് ബോസ് ഇന്ത്യയിൽ തുടങ്ങിയ പരിപാടിയല്ല. ഇതിൻ്റെ യഥാർത്ഥ സോഴ്സ് ബിഗ് ബ്രദർ എന്ന ഡച്ച് റിയാലിറ്റി ഷോ ആണ്. 1999 നെതർലാൻഡ്സിലാണ് ബിഗ് ബ്രദർ ആദ്യമായി സംപ്രേഷണം ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റ് സൃഷ്ടിച്ചത് ഡച്ച് ടെലിവിഷൻ പ്രൊഡ്യൂസറായ ജോൺ ഡെ മോൾ ആണ്. കോൺസെപ്റ്റ് വളരെ സിമ്പിളായിരുന്നു. പുറത്തെ ലോകത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഇൻസോൾഡ് ചെയ്ത് വീട്ടിൽ കുറച്ചാളുകൾ താമസിപ്പിക്കും. അവരെ ക്യാമറാസും മൈക്രോഫോൺസും ഉപയോഗിച്ച് നിരന്തരം മോണിറ്റർ ചെയ്യും. ഓരോ ആഴ്ചയും മത്സരാർത്ഥികൾക്ക് ടാസ്കുകൾ ഉണ്ടാകും, പിന്നീട് എലിമിനേഷനും. ഒടുവിൽ എല്ലാവരെയും മറികടന്ന് ഒരാൾ മാത്രം വിന്നറാവുക. അന്ന് ടെലിവിഷനിൽ ഇതൊരു വളരെ വ്യത്യസ്തമായ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ എക്സ്പെരിമെൻറ്റ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി TV ഫോർമാറ്റുകളിൽ ഒന്നായി മാറി. ബിഗ് ബ്രദർ ഫോർമാറ്റ് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും എത്തി. ഇന്ത്യയിലും അതിൻ്റെ അഡോപ്ഷൻ എത്തിയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അതിന് കിട്ടിയ പുതിയ പേര് ബിഗ് ബോസ് എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബിഗ് ബോസ് സീസൺ വന്നത് ഹിന്ദി ഭാഷയിലാണ്. 2006 ആദ്യ സീസൺ. അന്ന് ഇന്നത്തെ പോലെ സൽമാൻ ഖാൻ ആയിരുന്നില്ല ഹോസ്റ്റ്. ആദ്യ ബിഗ് ബോസ് ഹോസ്റ്റ് ആയിരുന്നത് അർഷാദ് വാർസി ആയിരുന്നു. അന്ന് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തത് സോണി എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലായിരുന്നു. ആദ്യ സീസണിൽ 15 കണ്ടസ്റ്റൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 86 ദിവസം നീണ്ട മത്സരത്തിന് ശേഷം രാഹുൽ റോയ് ആയിരുന്നു ആദ്യത്തെ ബിഗ് ബോസ് വിന്നർ. പിന്നീട് ഷോ കളേഴ്സിലേക്ക് മാറി. ശില്പ ഷെട്ടി, അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയവർ വിവിധ സീസണിലും ഹോസ്റ്റായി മാറി. പിന്നീട് സൽമാൻ ഖാൻ ഈ ഷോയുടെ മുഖമായി മാറി. ഇവിടെയാണ് യഥാർത്ഥ കഥ. ബിഗ് ബോസ് ഒരു TV പ്രോഗ്രാം മാത്രമല്ല, ഇതൊരു ബിസിനസ് മോഡൽ കൂടിയാണ്. ഒരു സൈഡിൽ കണ്ടസ്റ്റൻസ്, മറ്റൊരു സൈഡിൽ ഓഡിയൻസ്. പക്ഷേ ഇവരുടെ ഇടയിൽ വലിയൊരു ബിസിനസ് എക്കോസിസ്റ്റം ഉണ്ട്. ഒന്നാമത് അഡ്വർടൈസ്മെൻറ്റ്. ബിഗ് ബോസ് പോലുള്ള പരിപാടിക്ക് ദിവസവും വലിയ ഓഡിയൻസ് ഉണ്ടാകും. അതുകൊണ്ട് ബ്രാൻഡ്സ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ വലിയ തുക നൽകും. എപ്പിസോഡ് നടക്കുമ്പോൾ വരുന്ന കൊമേഴ്ഷ്യൽ ബ്രേക്സ്, കണ്ടസ്റ്റൻസ് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഹൗസിൽ കാണുന്ന ബ്രാൻഡ്സ്, ഇവയെല്ലാം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. 2. സ്പോൺസർഷിപ്പ്. ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫുഡ് ബ്രാൻഡ്സ്, മൊബൈൽ ബ്രാൻഡ്സ്, ക്ലോത്തിങ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, അപ്ലയൻസസ്. പലപ്പോഴും കണ്ടസ്റ്റൻസ് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് പോലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും. ഇതോടെ ബ്രാൻഡ് ഇൻ്റർഗേഷൻ ആൻഡ് പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റ്. അതിനായി വലിയ ബ്രാൻഡുകൾ വലിയ പണം നൽകാൻ തയ്യാറായി വരുന്നു. 3. OTT ആൻഡ് ഡിജിറ്റൽ വ്യൂസ്. ഇന്നത്തെ കാലത്ത് ബിഗ് ബോസ് TVയിൽ മാത്രം ഒതുങ്ങുന്നില്ല. എപ്പിസോഡ്, എക്സ്ട്രാ ഫുട്ടേജ്, അൺസീൻ മൊമെൻറ്റ്സ്, ലൈവ് കോണ്ടന്റ് ഇവ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും എത്തുന്നു. അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് വീട്ടിൽ സംസാരിക്കുന്ന ഒരു ചെറിയ കോൺവെർസേഷൻ പോലും ഡിജിറ്റൽ കോണ്ടന്റായി മാറുന്നു. അതിലൂടെ വ്യൂസ്, എൻഗേജ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, അഡ്വർടൈസിങ് എല്ലാം ജനറേറ്റ് ചെയ്യാം. 4ാമത്തെ കാര്യം വോട്ടിംഗ് ആയത്. കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്നതിൽ ഓഡിയൻസിന് വോട്ടിംഗ് പ്രധാന ഘടകമാണ്. അതായത് ഓഡിയൻസ് വെറുതെ പ്രോഗ്രാം കാണുന്നവരല്ല, അവരാണ് ഗെയിമിൻ്റെ ഭാഗമാകുന്നത്. വോട്ടിംഗ് വഴി ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ കൂടുന്നു. ഇതിലൂടെ ഷോയുടെ എൻഗേജ്മെൻറ്റ് ആൻഡ് ഫാൻ ബേസും വർദ്ധിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബിഗ് ബോസിൻ്റെ ഓരോ സീസണിൻ്റെയും എക്സാക്റ്റ് പ്രോഫിറ്റ് പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓരോ സീസണിലും എത്ര കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള നമ്പേഴ്സ് ഉറപ്പുള്ള ഒഫീഷ്യൽ ഡാറ്റ ഇല്ലാതെ പറയാൻ സാധിക്കില്ല. പക്ഷേ റവന്യൂ വരുന്നത് പല വഴികളിലൂടെയാണ്. അഡ്വർടൈസ്മെൻറ്റ്, സ്പോൺസർഷിപ്പ്, ബ്രാൻഡ് ഇൻ്റർഗേഷൻസ് ആൻഡ് ഡിജിറ്റൽ ആൻഡ് OTT മോൺസ്ട്രേഷൻ, ലൈസൻസിങ്, ഓഡിയോ എൻഗേജ്മെൻറ്റ് ഇവയെല്ലാം ചേർന്നാണ് വലിയ ബിസിനസ് എക്കോസിസ്റ്റം ഉണ്ടാകുന്നത്. അതേസമയം പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും വളരെ വലുതാണ്. ഹൗസ് നിർമ്മാണം, സ്റ്റാഫ്, പ്രൊഡക്ഷൻ ക്രൂ, ടെക്നോളജി, സെക്യൂരിറ്റി, കണ്ടസ്റ്റൻസ്, ഹോസ്റ്റ്, പെർമിഷൻസ് ആൻഡ് പ്രൊമോഷൻസ് എല്ലാത്തിനും വലിയ ചിലവുകളുണ്ട്. അതിനാൽ റവന്യൂ വലുതാണ് എന്നത് മാത്രം കൊണ്ട് എക്സാക്റ്റ് പ്രോഫിറ്റ് പറയാൻ കഴിയില്ല. ഹിന്ദിയിൽ ബിഗ് ബോസ് വലിയൊരു സക്സസ് ആയതിനു ശേഷം ഇന്ത്യയിലെ പല ഭാഷകളിലേക്കും ഈ ഒരു ഫോർമാറ്റ് എത്തി. അങ്ങനെ ഒടുവിൽ 2018 ബിഗ് ബോസ് മലയാളവും എത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 1. 2018 ജൂൺ 24 ആദ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആരംഭിച്ചത്. ഹോസ്റ്റായിരുന്നത് എന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, നമ്മുടെ മോഹൻലാൽ. 18 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ആദ്യ സീസണിൽ. മുംബൈയിലെ ഫിലിം സിറ്റിയിൽ ഹൗസ് ഒരുക്കി. ഏകദേശം 92 ദിവസത്തെ മത്സരത്തിന് ശേഷം ഗ്രാൻഡ് ഫിനാലിൽ സാബുമോൻ അബ്ദുൾ സമദ് ആയിരുന്നു ആദ്യ ബിഗ് ബോസ് മലയാളം വിന്നർ. പേളി മാണി ആയിരുന്നു റണ്ണറപ്പും. ആദ്യ സീസൺ തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ഡിസ്കഷൻ ഉണ്ടാക്കി. കാരണം ഇത് വെറുമൊരു TV ഷോ ആയിരുന്നില്ല, മലയാളികൾക്ക് പരിചയമുള്ള ആളുകളുടെ ഒരു വീട്ടിനുള്ളിൽ 24 മണിക്കൂറും കാണാനുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം അതിൻ്റെ 8ാം സീസണിലേക്ക് കടക്കുകയാണ്. 2026 സീസൺ 8ൻ്റെ ഒഫീഷ്യൽ പ്രൊമോഷൻ ക്യാമ്പയിൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ വീണ്ടും ഹോസ്റ്റായി എത്തുന്നു എന്നതായിരുന്നു. സീസൺ 8 2026 സെപ്റ്റംബർ 6 ആരംഭിക്കുകയാണ്.
ഈ സീസണിൻ്റെ പ്രൊമോഷനിലും മേക്കേഴ്സ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായത് അഗ്നിപരീക്ഷ എന്ന പ്രീ ഷോ കോൺസെപ്റ്റാണ്. 40 പേരിൽ നിന്നും കണ്ടസ്റ്റന്റ് തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രീ ഷോ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൻ്റെ കഥ ഇനിയും പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 1999 നെതർലാൻഡ്സിൽ തുടങ്ങിയ ഒരു റിയാലിറ്റി ടി വി എക്സ്പെരിമെൻറ്റ് പിന്നീട് ലോകം മുഴുവൻ പടർന്നു. 2006 ഇന്ത്യയിൽ ബിഗ് ബോസായി എത്തി. അർഷാദ് വർസി ആയിരുന്നു ആദ്യത്തെ ഹോസ്റ്റ്. രാഹുൽ റോയ് ആയിരുന്നു ആദ്യത്തെ വിന്നർ. പിന്നീട് സൽമാൻ ഖാൻ ഈ ഷോയുടെ ഏറ്റവും വലിയ മുഖങ്ങളിൽ ഒരാളായി മാറി. 2018 അത് മലയാളത്തിലേക്കും എത്തി, മോഹൻലാലിനൊപ്പം. സാബുമാൻ അബ്ദുൾ സമദ് ആദ്യ മലയാളം ബിഗ് ബോസ് വിന്നറായി. ഇപ്പോൾ സീസൺ 8. പുതിയ കണ്ടസ്റ്റൻസ്, പുതിയ കഥകൾ, പുതിയ കോൺട്രവേഴ്സീസ്, പുതിയ വിന്നർ. പക്ഷേ ഒരു ചോദ്യം മാത്രം ബാക്കി. ഈ തവണ ബിഗ് ബോസ് കിരീടം ആരുടെ തലയിൽ ആയിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.